യുദ്ധവാർത്തകൾക്ക് കീഴെ സംഘി കൃസംഗി കമന്റുകൾ ശ്രദ്ധിച്ചുവോ നിങ്ങൾ? ഇറാനിൽ 160-ൽ പരം പെൺകുട്ടികളെ ഇസ്രായേൽ കൊന്നതിന്റെ ആവേശം നുരഞ്ഞു പൊന്തുകയായിരുന്നു അവരുടെ എഴുത്തുകളിൽ, കമന്റുകളിൽ ഒക്കെ. ഖംനേയി കൊല്ലപ്പെട്ടതോടെ അവരുടെ ആവേശം വാനോളം ഉയർന്നു. ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നത് ലോക സമാധാനത്തിന് അത്യാവശ്യമാണ് എന്ന് തുടങ്ങി ഇസ്രായേൽ US അക്രമി പടയ്ക്ക് കൈയടിക്കുന്നതുവരെ എത്തി നിൽക്കുന്നു അവരുടെ ഉന്മാദവും ഉല്ലാസവും ഒക്കെ. അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്തയ്ക്ക് കീഴെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിക്കുന്നതും ഇതേ വിഭാഗമാണ്. ഇസ്രായേൽ US സൈന്യത്തിന് കിട്ടുന്ന തിരിച്ചടി പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പക്ഷപാതിത്വമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യുദ്ധം പോലും ഇക്കൂട്ടർക്ക് മുസ്ലിം വിരോധം പുറന്തള്ളാനുള്ള ഒരു അവസരമായാണ് അവർ കാണുന്നത്. നോക്കൂ, ആ സംഘി കൃസംഗി പ്രൊഫൈലുകൾ നമ്മുടെ അയലത്ത് തന്നെ ഉണ്ട്. ഇറാനിൽ പെൺകുട്ടികളെ കൊന്നു തള്ളിയ നടപടിയെ അപലപിച്ചാൽ ഉടൻ തന്നെ അവർ വരും അവരുടെ യമണ്ടൻ ചോദ്യവുമായി. ചോദ്യം ഇതാണ്: പെഹൽഗാമിൽ ഭീകരവാദി ആക്രമണം നടന്നപ്പോൾ ഇത്ര വിഷമം കണ്ടില്ലല്ലോ എന്ന് അവർ ചോദിച്ചു വരും. അവർ കരുതുന്നവർ എല്ലാവരും അവരുടെ മനോനില ആണെന്നാണ്. പക്ഷെ അല്ല. ആധുനിക കാല യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ല. ആത്യന്തികമായി മനുഷ്യൻ തോൽക്കുന്നു എന്നേയുള്ളൂ. ലോകത്തിന്റെ ഏത് കോണിൽ യുദ്ധമുണ്ടായാലും ലോകമൊന്നാകെ അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. യുദ്ധങ്ങൾക്ക് കൈയടിക്കുന്നവരും അതിൽ നിന്ന് ഒഴിവാകില്ല എന്നുള്ള ഓർമ്മ വേണം.